പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവരുടെ ഒരു സമരത്തെക്കുറിച്ചാണ്. നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സമരങ്ങൾ സർക്കാർ ശ്രദ്ധിക്കാതെ പോവുകയും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുകയാണ്. TBSK എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ഭിന്നശേഷിയുള്ളവർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുട്ടിലെഴഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരാരാന്നറിയോ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത് പിരിച്ചുവിട്ട ഭിന്നശേഷിയുള്ളവരാണ്. ഇവരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരമുഖത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിട്ടുള്ളത്. നിരന്തരമായി സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ പ്രായമായി വരികയാണ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്ത് പിരിച്ചുവിട്ട ഭിന്നശേഷിയുള്ളവർ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ഈ ആവശ്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. 4ാം വാർഷികം കോടികൾ പൊടി പൊടിച്ചുകൊണ്ട് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി ജോലി ചെയ്ത കുറച്ച് ഭിന്നശേഷിയുള്ളവരെ സ്ഥിരപ്പെടുത്തിയത് കഴിഞ്ഞ കാലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ MK മുന്നിൽ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലത്താണ്. ബാക്കിയുള്ളവരെ സ്ഥിരപ്പെടുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭരണമാറ്റം സംഭവിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചു സമൂഹത്തിലേറെ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിയുള്ളവരെ വരുന്ന സർക്കാരും പരിഗണിക്കും, ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്ത ഭിന്നശേഷിയുള്ളവരെ സ്ഥിരപ്പെടുത്തുമെന്ന്. അതുണ്ടായില്ല. നിരന്തരമായി ആവശ്യപ്പെട്ടു, മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു, MLA-മാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അനിശ്ചിതകാല സമരങ്ങൾ നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സർക്കാർ ചെവി കൊണ്ടില്ല, ചെവി കേട്ടില്ല, കണ്ണടച്ചിരുട്ടാക്കി. ഇപ്പോഴിതാ അവർ വീണ്ടും സമരമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ 2ാം ഭരണത്തിൽ 4 കൊല്ലം പൂർത്തിയാക്കുന്ന ഈ ആഘോഷം സർക്കാർ പൊടിപിടിക്കുമ്പോൾ സമൂഹത്തിലേറെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്ത് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്താണ്. സർക്കാരോട് പറയാനുള്ളത്, സർക്കാരെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അവർക്ക് വയസ്സായി വരികയാണ്, ഏജായി വരികയാണ്, അവരുടെ സർക്കാർ ജോലി പരിഗണിക്കേണ്ട വയസ്സ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത പിരിച്ചുവിട്ട മുഴുവൻ ഭിന്നശേഷിയുള്ളവരെയും നിങ്ങൾ സ്ഥിരം നിയമനം നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരികയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക.